ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 3-ന് നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി, രാവിലെ 9-ന് ശീവേലി മേളം എന്നിവയുണ്ടാകും. 11 മുതൽ പ്രസാദ ഊട്ട്, തെക്കേ ഗോപുരത്തിന് മുമ്പിൽ നിന്ന് കാഴ്ച ശീവേലി, ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. വൈകിട്ട് 6-ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടന്മാരാരുടെ പ്രമാണത്തിലുള്ള മേളം അകമ്പടിയേകും. 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം താളലയ മേള സംഗമം, തായമ്പക, ചൊവ്വാഴ്ച വെളുപ്പിന് 2-ന് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, 3:30-ന് ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം, 4-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, 5-ന് കളമെഴുത്തുപാട്ട്, 6-ന് വേലവരവ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. പുതുക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സജീഷ് കരിപ്പേരി, സെക്രട്ടറി ജി കലാസാഗരൻ, പി രതീഷ്, എൻ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ക്ഷേത്രത്തിലെ 2025 28 ചാൽ മഹോത്സവം ഈ വർഷവും അതിവിപുലമായി തന്നെ ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ ആഘോഷിക്കുകയാണ്. 10-ാം തീയതിയിലാണ് വിവിധ ദേശങ്ങളിലുള്ള പൂരങ്ങൾ എത്തിച്ചേർന്ന് ആഘോഷത്തിൻ്റെ പ്രധാന ദിവസം. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ മഹോത്സവം 8, 9, 10 3 ദിവസങ്ങളായിട്ട് ആഘോഷിക്കുകയാണ്. അതിൽ ഇന്ന് 8-ാം തീയതി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 3 വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ആമ്പല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രോഗ്രാം എന്ന നിലയിലേക്ക് പ്രഗത്ഭരായ മേളക്കാരും കേരളത്തിലെ തലയെടുപ്പുള്ള ആളുകളും അണിനിരക്കുന്ന, അതുപോലെ പഞ്ചവാദ്യം, എല്ലാ കാര്യങ്ങളിലും ഒരു തൃശ്ശൂർ പൂരത്തിനെ പോലെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു ഉത്സവമായ ആമ്പല്ലൂർ കുണ്ടുകാവ് ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷത്തിലേക്ക് ആദ്യമായിട്ട് എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ദേവസ്വത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെണ്ടൂര് ഈസ്റ്റ് ദേശം, എരിപ്പോട് ദേശം, കുറുപ്പുംകുളം ദേശം എന്നീ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന ദേശക്കാരുടെ കൂട്ടിയെഴുന്നേൽപ്പായി വൈകിട്ട് 6 മണിക്ക് കൂട്ടിയെഴുന്നേൽപ്പോടുകൂടി പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സഹകരിക്കണം.